കലാവിഷ്കാരത്തിൽ ഏർപ്പെടുന്ന ആളുകളെല്ലാം തന്നെ അത്തരത്തിൽ ഒരു റിവോൾട്ട് പല രീതിയിൽ ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ആള്. ഇപ്പോൾ പ്രണയത്തെക്കുറിച്ച് എഴുതുന്നത് പോലെ തന്നെ ഇപ്പോൾ ഡെക്കാമറോൺ കഥകളൊക്കെ ഉണ്ടായത് അത്തരത്തിലുള്ള ഒരു റിവോൾട്ട് ആയിട്ടാണ്. സമൂഹത്തിൽ എന്തിനെങ്കിലും ഒരു എതിർപ്പ് ആയിട്ട് ഒരു എതിർ ശബ്ദമായിട്ടൊക്കെയാണ് അത് വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലും അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മുടെ ജീവിക്കുന്ന കാലത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് ഈ കലാവിഷ്കാരത്തിൽ ഏർപ്പെടുന്ന ആളുകളുടെ ഒരു പൊളിറ്റിക്സ് ആയിട്ട് അതാത് കാലത്ത് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചില യാഥാർത്ഥ്യങ്ങളെ ഈ ഫിക്ഷനിൽ കൊണ്ടുവരേണ്ടി വരും. അങ്ങനെ ഫിക്ഷനിൽ കൊണ്ടുവരും. നമ്മൾ എഴുതുന്ന സമയത്ത് സാധാരണഗതിയിൽ നമ്മൾ നമ്മുടെ ഫാമിലിയെക്കുറിച്ചോ നമ്മുടെ ചുറ്റുമുള്ള സംഗതികളെക്കുറിച്ചോ നാളെ വാങ്ങാൻ പോകുന്ന മരുന്നിൻ്റെ കുറിപ്പിനെ കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കില്ല. എഴുതുമ്പോൾ നമ്മൾ ഇപ്പോൾ പലരും വിചാരിക്കുന്നത് ഒരു മുറിയിൽ അടച്ചിട്ട് എഴുതാനുള്ളൊരു വാസനയാണ് എഴുത്ത് എന്നാണ്. സത്യത്തിൽ അങ്ങനെയല്ല. അത് ഒരു വാസന, അത് വാസന വേണം, പക്ഷേ അത് അങ്ങനെയല്ല. അത് ഇപ്പോൾ കാക്കനാടൻ സാറിനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ സൗണ്ട് കേട്ടാൽ മാത്രമേ പുള്ളിക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഡിസ്റ്റർബൻസിൽ ഈ ഈ ഇത്തരം സംഗതികൾ ഉണ്ടാവാം. അപ്പോൾ നമ്മളെ സമൂഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് നമ്മൾക്ക് ഉള്ളിൽ ഉണ്ടാവുമ്പോൾ, ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു പാർലമെൻറ്റിൽ പോയിട്ട് സംസാരിക്കാനുള്ള ഒരു ശേഷിയില്ല, അതിന് സാധ്യമല്ല. ഒരു തെരുവിൽ പോയിട്ട് ഒരു എന്തെങ്കിലും മുദ്രാവാക്യം വിളിക്കുക അല്ലെങ്കിൽ അത്തരത്തിലൊരു പിക്കറ്റിങ്ങിന് പോകാനുള്ള ഒരു ശാരീരിക ബലം എനിക്കില്ല. എനിക്ക് ആകെ അറിയാവുന്നൊരു പണി എന്ന് പറയുന്നത്, എൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ആ എഴുത്തിൽ കൂടുതൽ ശക്തിയോട് കൂടിയിട്ട് അത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് സത്യത്തിൽ ഈ രാഷ്ട്രീയം അഡ്രസ്സ് ചെയ്യുന്ന ആളുകളൊക്കെ എഴുത്തിനെ സമീപിക്കുന്നത്.